ലാർജ് ക്യാപ് PSU സ്റ്റോക്കുകൾ ശക്തമായ ഡിമാൻഡ് വീണ്ടെടുക്കൽ കാരണം ഉയർന്ന മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിക്കുന്നു. പിന്തുണയുള്ള സമീപങ്ങൾ, ശുദ്ധമായ ഊർജ്ജത്തെ അനുകൂലിക്കുന്ന ആഗോള പ്രവണതകൾ. പ്രകൃതി വാതക വിതരണം, പെട്രോളിയം ശുദ്ധീകരണം, വ്യാവസായിക രാസവസ്തുക്കൾ എന്നിവയിൽ ഈ കമ്പനികൾ നിർണായക പങ്ക് വഹിക്കുന്നു. പുനരുപയോഗ ഊർജ്ജം, ഹൈഡ്രജൻ പദ്ധതികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സ്ഥിരതയാർന്ന ക്രൂഡ് ഓയിൽ വില, മെച്ചപ്പെട്ട ശുദ്ധീകരണ മാർജിനുകൾ, ആഭ്യന്തര ഗ്യാസ് ഇൻഫ്രാസ്ട്രക്ചർ വിപുലീകരിക്കൽ തുടങ്ങിയ ഘടകങ്ങൾ വളർച്ചയെ നയിക്കുന്നു. തന്ത്രപരവും അവശ്യവുമായ മേഖലയിൽ ദീർഘകാല സാധ്യതകൾ നോക്കുന്ന നിക്ഷേപകർക്ക് അവയെ ആകർഷകമാക്കുന്നു. ഉടനെ മികച്ച പ്രോഫിറ്റ് നേടാൻ കഴിയുന്ന ലാർജ് ക്യാപ് സ്റ്റോക്കിന്റെ വിശദാംശം നോക്കാം. ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ്. ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ് മുമ്പ് ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നറിയപ്പെട്ടിരുന്നു. പ്രകൃതിവാതകത്തിന്റെ വ്യാപാരം, പ്രക്ഷേപണം, ഉൽപ്പാദന, വിതരണം എന്നിവയിൽ പ്രാഥമിക താൽപ്പര്യമുള്ള ഒരു ഇന്ത്യൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഊർജ്ജ കോർപ്പറേഷനാണ്. പര്യവേക്ഷണത്തിലും ഉത്പാദനത്തിലും സൗരോർജ്ജ, കാറ്റ് വൈദ്യുതി, ടെലികോം, ടെലിമെട്രി സേവനങ്ങൾ, വൈദ്യുതി ഉൽപ്പാദനം എന്നിവയിലും ഗെയിലിന് താൽപ്പര്യമുണ്ട്. HVJ ഗ്യാസ് പൈപ്പ് ലൈൻ നിർമ്മിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിന് കീഴിൽ 1984 ഓഗസ്റ്റിൽ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന പേരിൽ ഗെയിൽ സ്ഥാപിതമായി. 2013 ഫെബ്രുവരിയിൽ ഇന്ത്യൻ സർക്കാർ ഗെയിലിന് മറ്റ് 11 പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കൊപ്പം PSU മഹാരത്ന പദവി നൽകി. ടെക്നിക്കൽ പെർഫോമൻസ്. ഷെയർ ഹോൾഡിംഗ്. പ്രൊമോട്ടർ 51.92%, FAI 16.79%, DAI 24.54%, പബ്ലിക് 6.76%. ഇമ്പോർട്ടന്റ് റേഷ്യോസ്. നെറ്റ് പ്രോഫിറ്റ് 8220, ഏണിംഗ് പെർ ഷെയർ 15.06, റേഷ്യോസ് 12.85. ടെക്നിക്കൽ ലെവൽസ്. ഓൾ ടൈം ഹൈ 246, 52 വീക്സ് ഹൈ 246, ലാസ്റ്റ് വീക്സ് ഹൈ 201. സ്റ്റോക്ക് പ്രകടനം. 2024 ഗെയിലിന്റെ ഓഹരികൾ 25.6% ഉയർന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 69.2% വർധനവുണ്ടായി. ഇത് നിക്ഷേപകരുടെ ശക്തമായ ആത്മവിശ്വാസത്തെ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് 6.7% ഇടിവുണ്ടായിട്ടും 5 ദിവസത്തിനുള്ളിൽ 3.5%. സ്റ്റോക്കിന്റെ ഉയർന്ന പ്രവണത അതിന്റെ പ്രതിരോധശേഷി ഉയർത്തിക്കാട്ടുന്നു. ഗെയിലിന്റെ ദീർഘകാല പ്രകടനം ഇന്ത്യയുടെ ഊർജ്ജ പരിവർത്തനത്തിലും സേവനങ്ങൾക്കായുള്ള സ്ഥിരമായ ആവശ്യത്തിലും അതിന്റെ നിർണായക പങ്കിനെ പ്രതിഫലിപ്പിക്കുന്നു. സ്റ്റോക്ക് വില വർധനവ്. ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ് ഓഹരി വിലയിൽ ഏറ്റവും പുതിയ കുതിപ്പിന് കാരണം കമ്പനി പ്രഖ്യാപിച്ച ത്രൈമാസ ഫലങ്ങളിലെ മികച്ച പ്രകടനമാണ്. വർദ്ധിച്ചുവരുന്ന ഊർജ്ജ ആവശ്യകതയും ശുദ്ധമായ ഇന്ധനങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ ട്രാൻസിഷനും ഗെയിലിന് അനുകൂല സാഹചര്യം സൃഷ്ടിച്ചു. പ്രകൃതിവാതകത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം, പൈപ്പ് ലൈൻ വിതരണ ശൃംഖലയിലെ മുന്നേറ്റങ്ങൾ, പെട്രോകെമിക്കൽ സെഗ്മെന്റിലെ മെച്ചപ്പെട്ട മാർജിൻ, കൂടാതെ LNG വ്യാപാരത്തിലെ കരുത്ത് നിക്ഷേപകരിൽ വലിയ ആവേശം സൃഷ്ടിച്ചു. ഇതിനു പുറമെ അനുകൂല ഗവൺമെന്റ് നയങ്ങളുടെ പിന്തുണയും ഗെയിലിന്റെ വിപുലമായ റോളും ഈ വളർച്ചയെ കൂടുതൽ ശക്തിപ്പെടുത്തി. ഗെയിൽ ഓഹരി വില ചരിത്രം. BSE 100 സൂചികയിലെ ഒരു ഘടകമാണ് ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ്. BSE അനലിറ്റിക്സ് അനുസരിച്ച് ഗെയിലിന്റെ ഓഹരികൾ കഴിഞ്ഞ ഒരാഴ്ചയിലും രണ്ടാഴ്ചയിലും യഥാക്രമം 3.15%, 7.21% പോസിറ്റീവ് റിട്ടേൺ നൽകി. എന്നിരുന്നാലും കഴിഞ്ഞ ഒരു മാസവും 3 മാസവും സ്റ്റോക്ക് 0.10%, 14.02% ഇടിഞ്ഞു. ഒരു വർഷം മുതൽ YTD അടിസ്ഥാനത്തിൽ സ്റ്റോക്ക് 20.26% ഉയർന്നു. ഒരു വർഷത്തിൽ 46.90%, 2 വർഷത്തിൽ 114.59%, 3 വർഷത്തിൽ 126.73%, 5 വർഷത്തിൽ 142.69%, 10 വർഷത്തിനുള്ളിൽ 126.04% എന്നിങ്ങനെയുള്ള റിട്ടേണുകൾ നൽകിക്കൊണ്ട് ഗെയിൽ ഓഹരികൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ഗണ്യമായ വളർച്ച കൈവരിച്ചു. ക്വാർട്ടർ ടു ഫലങ്ങൾ. 2025 ക്വാർട്ടർ ടുൽ ഗെയിൽ അറ്റാദായം 11% വർഷം തോറും 26.7 ബില്യൺ രൂപയായി ഉയർന്നതായി റിപ്പോർട്ട് ചെയ്തു. പ്രാഥമികമായി ഗ്യാസ് ട്രാൻസ്മിഷൻ വരുമാനത്തിലെ ശക്തമായ വളർച്ചയും പെട്രോകെമിക്കൽസ് വിഭാഗത്തിലെ വീണ്ടെടുക്കലും.
പ്രവർത്തന വരുമാനം വർഷം തോറും 3.5% വർദ്ധിച്ച് 329.3 ബില്യണിലെത്തി. അതേസമയം ഗാർഹിക വാതക വില കുറയുന്നതിനാൽ ഗ്യാസ് മാർക്കറ്റിംഗ് വിഭാഗം പ്രവർത്തന ലാഭത്തിൽ 26% ഇടിവ് നേരിട്ടു. മറുവശത്ത് കഴിഞ്ഞ വർഷം ഇതേ പാദത്തിലെ നഷ്ടത്തിനുശേഷം പെട്രോകെമിക്കൽ ഡിവിഷൻ 1.6 ബില്യൺ ലാഭം നേടി. സ്റ്റോക്ക് 2024 ജൂലൈയിൽ 52 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന നിരക്കായ 246 രൂപയിലും 2023 നവംബറിൽ 52 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിരക്കായ 122 രൂപയിലും എത്തി. ഗെയിൽ ഇന്ത്യ ലിമിറ്റഡിന്റെ ബുള്ളിഷ് ഔട്ട്ലുക്ക്. ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ഗെയിൽ ഇന്ത്യ ലിമിറ്റഡിന്റെ ബുള്ളിഷ് ഔട്ട്ലുക്ക് തന്ത്രപരമായ സംഭവവികാസങ്ങളാൽ നയിക്കപ്പെടുന്ന ബുള്ളിഷ് വികാരത്തിന് സാക്ഷ്യം വഹിക്കുന്നു. 2 പ്രധാന പൈപ്പ്ലൈൻ പദ്ധതികൾ 2026 സാമ്പത്തിക വർഷത്തിൽ കമ്മീഷൻ ചെയ്യാനിരിക്കെ ഗെയിലിന്റെ ട്രാൻസ്മിഷൻ ബിസിനസ് പുനർമൂല്യനിർണ്ണയത്തിന് തയ്യാറാണ്. പ്രത്യേകിച്ചും മാർച്ചിൽ താരിഫ് വർധന യാഥാർത്ഥ്യമായാൽ. ഈ മുന്നേറ്റങ്ങൾ 2024 2027 9% എബിറ്റഡ് CAGR പ്രൊജക്ട് ചെയ്യുന്നു. അടുത്തിടെ പുതുതായി നിർമ്മിച്ച LNG കപ്പലിനായി ഗെയിൽ കവാസാക്കി കിസെൻ കൈഷ് ലിമിറ്റഡുമായി ദീർഘകാല ചാർട്ടർ കരാറിൽ ഏർപ്പെട്ടു. 1,74,000 ക്യൂബിക് മീറ്റർ ടാങ്ക് ശേഷിയുള്ള ഈ ആധുനിക 2-സ്ട്രോക്ക് കപ്പൽ നിർമ്മിക്കുന്നത് ദക്ഷിണ കൊറിയയിലെ സാംസങ് ഹെവി ഇൻഡസ്ട്രീസ് ആണ്. ഈ തന്ത്രപ്രധാനമായ നീക്കങ്ങൾ ഗെയിലിന്റെ കഴിവുകൾ വിപുലീകരിക്കുന്നതിനും LNG ട്രാൻസ്മിഷൻ മേഖലകളിലെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള പ്രതിബദ്ധത ഉയർത്തിക്കാട്ടുന്നു. പ്രഡിക്ഷൻ. ധനം സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസിന്റെ കണ്ടെത്തൽ പ്രകാരം സ്റ്റോക്ക് ഒരു അപ്പ് മൂവ്മെന്റ് നടത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. കൺക്ലൂഷൻ. ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ് പ്രകൃതിവാതകം, പെട്രോകെമിക്കൽ മേഖലകളിൽ ശക്തമായ ഒരു സ്റ്റോക്കായി നിലകൊള്ളുന്നു. അതിന്റെ വിപുലമായ പൈപ്പ്ലൈൻ ശൃംഖല, തന്ത്രപരമായ വിപുലീകരണങ്ങൾ, LNG ട്രേഡിംഗ്, PA നിർമ്മാണം തുടങ്ങിയ മൂല്യവർദ്ധിത വിഭാഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പ്രകൃതി വാതകത്തിനായുള്ള ശക്തമായ ഡിമാൻഡ്, അനുകൂലമായ സർക്കാർ നയങ്ങൾ, നിലവിലുള്ള അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയാൽ ഗെയിൽ സുസ്ഥിര വളർച്ചയ്ക്ക് മികച്ച സ്ഥാനത്താണ്. പെട്രോകെമിക്കൽ പ്ലാന്റുകളെ പുനരുജ്ജീവിപ്പിക്കുക, ട്രാൻസ്മിഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക തുടങ്ങിയ അതിന്റെ സംഭവങ്ങൾ ഇന്ത്യയുടെ ഊർജ്ജ പരിവർത്തനം മുതലാക്കാനുള്ള ഒരു മുന്നോട്ടുള്ള സമീപനത്തെ പ്രതിഫലിപ്പിക്കുന്നു. സ്ഥിരതയുടെയും ദീർഘകാല വളർച്ചാ സാധ്യതയും ആഗ്രഹിക്കുന്ന നിക്ഷേപകർക്ക് ഇന്ത്യയുടെ ഊർജ്ജ വ്യാവസായിക ഭൂപ്രകൃതിയിൽ ഗെയിൽ ഒരു ആകർഷകമായ ഓപ്ഷനായി തുടരുന്നു. ഒരു ഷെയറിന് 235 എന്ന ലക്ഷ്യത്തോടെ ഗെയിൽ നിലവിലെ തലങ്ങളിൽ ആകർഷകമായ വാങ്ങലായി തുടരുന്നു. ഇത് അതിന്റെ ശക്തമായ വിപണി നിലയും വളർച്ചാ സാധ്യതയും പ്രതിഫലിപ്പിക്കുന്നു. Thank you.